ആഹാരവും പോഷക ഘടകങ്ങളും. നമ്മൾ എന്തിനാണ് ആഹാരം കഴിക്കുന്നത്? എനർജി കിട്ടാനായിട്ട്, വിശപ്പ് മാറാനായിട്ട്, രോഗപ്രതിരോധ ശേഷിക്ക്, ഇതിനൊക്കെയല്ലേ നമ്മൾ ആഹാരം കഴിക്കുന്നത്? ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് എനർജി കിട്ടുന്നത്, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കൂടുന്നത്? ആഹാരത്തിൽ ഒരുപാട് പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ പോഷക ഘടകങ്ങൾ എന്താണെന്നും അവയുടെ ധർമ്മം എന്താണെന്നും നോക്കാം. ട്രോഫോളജി. എന്താണ് ട്രോഫോളജി? ട്രോഫോളജി ഈസ് ദ സയൻസ് ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് കമ്പൈനിങ്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ്റെ സയൻസിനെയാണ് ട്രോഫോളജി, അല്ലെങ്കിൽ അവയെക്കുറിച്ചുള്ള പഠനത്തെയാണ് നമ്മൾ ട്രോഫോളജി എന്ന് പറയുന്നത്. ആഹാരത്തിൽ എന്തെല്ലാം പോഷക ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് നോക്കാം. ധാന്യകം, കാർബോഹൈഡ്രേറ്റ്സ്, മാംസ്യം അഥവാ പ്രോട്ടീൻ, കൊഴുപ്പ്, ഫാറ്റ്, ജീവകങ്ങൾ, വിറ്റമിൻസ്, ധാതു ലവണങ്ങൾ, മിനറൽസ്. ഇത്രയുമാണ് നമുക്ക് ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന പോഷക ഘടകങ്ങൾ. ഇതിൽ ധാന്യകം, മാംസ്യം, കൊഴുപ്പ് ഇവയെ നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്നാണ് പറയുന്നത്. പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ്. മാക്രോ ന്യൂട്രിയൻസ് അഥവാ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന പോഷക ഘടകങ്ങളാണ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്സ്, മാംസ്യം, പ്രോട്ടീൻ, കൊഴുപ്പ് അഥവാ ഫാറ്റ്. ഇനി ജീവകങ്ങളെയും ധാതു ലവണങ്ങളെയും പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്നാണ്. മൈക്രോ ന്യൂട്രിയൻസ് അഥവാ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത് വിറ്റമിൻസിനെയും മിനറൽസിനെയും ചേർത്താണ്. നമുക്ക് ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന പോഷക ഘടകങ്ങളാണ് ഇവ. ഓരോന്നും എന്താണെന്ന് നോക്കാം. ധാന്യകം, കാർബോഹൈഡ്രേറ്റ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ശരീര പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ മുഖ്യധർമ്മം. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ് എന്നിവ ധാന്യകങ്ങളുടെ വിവിധ രൂപങ്ങളാണ്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ അന്നജ രൂപത്തിൽ ധാന്യകം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവയെ എനർജി പ്രൊഡ്യൂസേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ധാന്യകങ്ങൾ പലതരത്തിലുണ്ട്. അന്നജം, സ്റ്റാർച്ച്, പഞ്ചസാര, ഷുഗർ, സിമ്പിൾ ഷുഗർ, ഗ്ലൂക്കോസും ഒരു ഷുഗർ തന്നെയാണ്. സെല്ലുലോസ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. പല രൂപത്തിലാണ് കാർബോഹൈഡ്രേറ്റ്സ് കാണാറുള്ളത്. ഏറ്റവും കൂടുതൽ ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലുമാണ് ധാന്യകം അടങ്ങിയിരിക്കുന്നത്. ഈ ധാന്യകത്തിൻ്റെ പ്രസൻസ് തിരിച്ചറിയാനായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ടെസ്റ്റാണ് അയഡിൻ ടെസ്റ്റ്. അന്നജം അഥവാ സ്റ്റാർച്ച് അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ കടും നീല നിറം ഉണ്ടാകുന്നു. ഇങ്ങനെ കടും നീല നിറം ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ അന്നജമുണ്ട്. കാർബോഹൈഡ്രേറ്റിന്റെ പ്രസൻസ് ആണ് അത് കാണിക്കുന്നത്. ഫ്യൂവൽ അല്ലെങ്കിൽ ഇന്ധനം, നമ്മുടെ ശരീരത്തിന്റെ ഫ്യൂവൽ അഥവാ ഇന്ധനം എന്നാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ പറയുന്നത്. സെല്ലുലോസ് ഒരു കാർബോഹൈഡ്രേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? ഈ സെല്ലുലോസ് നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാനോ ദഹിപ്പിക്കാനോ കഴിയാത്ത ധാന്യകമാണ്. ഗ്ലൂക്കോസ് ഷുഗറാണ്, സിമ്പിൾ ഷുഗറാണ്. ഗ്ലൂക്കോസ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എനർജി തരുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്, ഷുഗറാണ്. രക്തത്തിൽ കാണുന്നു സിമ്പിൾ ഷുഗർ എന്ന് പറയുന്നതും ഗ്ലൂക്കോസ് ആണ്. ഇനി ടേബിൾ ഷുഗർ, കരിമ്പിലെ ഷുഗർ, ഈ ഷുഗറിനെ നമ്മൾ സൂക്രോസ് എന്നാണ് പറയുന്നത്. സ്റ്റാർച്ച് അഥവാ അന്നജം, അതിലടങ്ങിയിട്ടുള്ള പഞ്ചസാരയാണ് മാൾട്ടോസ്. ഹണി, തേനിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നീ 2 തരം പഞ്ചസാരയും ഹണിയിലുണ്ട്. ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏതാണ്? ഫ്രക്ടോസ് ആണ്. ഇറ്റ് ഈസ് ദ സ്വീറ്റസ്റ്റ് ഓഫ് ഓൾ നാച്ചുറലി ഒക്കറിങ് കാർബോഹൈഡ്രേറ്റ്സ്. നാച്ചുറൽ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിൽ ഏറ്റവും മധുരമുള്ളത് ഫ്രക്ടോസിനാണ്. ലെവുലോസ് എന്നും അറിയപ്പെടുന്നത് ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസിനെ ലെവുലോസ് എന്നും അറിയപ്പെടുന്നു. മിൽക്ക്
മിൽക്കിലുള്ള ഷുഗറാണ് ലാക്ടോസ്. ഇനി നമുക്ക് 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്ന് 4 കാലറി ഊർജമാണ് ലഭിക്കുന്നത്, എനർജിയാണ് ലഭിക്കുന്നത്. ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന പോഷക ഘടകങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോഷക ഘടകമാണ് ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരു എനർജി പ്രൊഡ്യൂസർ ആണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ശരീരത്തിന്റെ ഇന്ധനം എന്നാണ് പറയുന്നത്. പല തരത്തിലാണ് കാർബോഹൈഡ്രേറ്റ്സ് കാണപ്പെടുന്നത്. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൂക്കോസ്, മാൾട്ടോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, ഇങ്ങനെ പലതരം രൂപങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റ് കാണപ്പെടുന്നത്. സെല്ലുലോസ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാനോ ദഹിപ്പിക്കാനോ കഴിയാത്ത ധാന്യകമാണ്. ഗ്ലൂക്കോസ് അഥവാ സിമ്പിൾ ഷുഗർ രക്തത്തിൽ കാണുന്നു. ഇൻസ്റ്റന്റ് ആയിട്ട് എനർജി പ്രദാനം ചെയ്യുന്ന ഒരു പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. ഫ്രൂട്ട്സിൽ അടങ്ങിയിരിക്കുന്നത് ഫ്രക്ടോസ് ആണ്. ഇറ്റ് ഈസ് ദ സ്വീറ്റസ്റ്റ് ഓഫ് ഓൾ നാച്ചുറലി ഒക്കറിങ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ലെവലോസ് എന്നും അറിയപ്പെടുന്നു. മിൽക്കിൽ ഉള്ള പഞ്ചസാര ലാക്ടോസ് ആണ്. 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്ന് നമുക്ക് 4 കാലറി ഊർജമാണ് ലഭിക്കുന്നത്. അടുത്തയാളെ നോക്കാം. മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് അമിനോ ആസിഡുകൾ. മാംസ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം അമിനോ ആസിഡ് ആണ്. ഇനി ഈ ചിത്രങ്ങൾ നോക്കിയേ. 2 കുട്ടികളുടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. 2 പേരും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? എന്താണ് ഈ വ്യത്യാസത്തിന് കാരണമെന്ന് നോക്കാം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ശരീരത്തിലെ കോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. ധാന്യകങ്ങളുടെ അഭാവത്തിൽ ഊർജോൽപാദനത്തിനും പ്രോട്ടീൻ പ്രയോജനപ്പെടുന്നു. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോഷക ഘടകമാണ്. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും നിർമ്മിതിക്കും സഹായകമായിട്ടുള്ള ആഹാര ഘടകമാണ് പ്രോട്ടീൻ. കോശങ്ങളുടെ നിർമ്മാണത്തിനും അവ നിലനിർത്തുന്നതിനുമൊക്കെ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ധാന്യകങ്ങളുടെ അഭാവത്തിൽ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജോൽപാദനം പ്രോട്ടീനിൽ നിന്ന് നടത്താൻ സാധിക്കുന്നുണ്ട്. ഇനി പ്രോട്ടീൻ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റിലോ ഹൈഡ്രജനും കാർബണും ഓക്സിജനും. എന്നാൽ പ്രോട്ടീനിൽ നൈട്രജനും സൾഫറും കൂടി അടങ്ങിയിട്ടുണ്ട്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം പ്രോട്ടീൻ വേണം. അതായത് 50 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ ഒരു ദിവസം ഭക്ഷണത്തിൽ 50 ഗ്രാം പ്രോട്ടീൻ ഉൾപ്പെടുത്തണം. ഓക്കെ, പ്രോട്ടീൻ കുറയുന്നത് വളർച്ച മുരടിക്കുന്നതിന് കാരണമാകുന്നു. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാവുന്ന ഒരു രോഗമാണ് കോഷിയോർക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തുമിരിക്കും. ഈ പിക്ചർ കണ്ടോ? ഈ കുട്ടിയുടേതുപോലെ കൈകാലുകളെല്ലാം ശോഷിച്ചിരിക്കും, വയർ മാത്രം ഇങ്ങനെ വീർത്തിരിക്കും. പ്രോട്ടീൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്. രോഗത്തിൻ്റെ പേരെന്താണ്? കോഷിയോർക്കർ. ഇതുപോലെ തന്നെ പ്രോട്ടീൻ അപര്യാപ്ത രോഗമാണ് മെറാസ്മസ്. വിശപ്പിൻ്റെ രോഗം എന്ന് പറയുന്നതും മെറാസ്മസിനെയാണ്. പ്രോട്ടീൻ്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ്. മുടി, നഖങ്ങൾ, തൂവലുകൾ, കുളമ്പുകൾ, ചില മൃഗങ്ങളുടെ ഷെല്ലുകൾ എന്നിവ പോലുള്ള കഠിനമായ അല്ലെങ്കിൽ നാരുകളുള്ള ഘടനകളിൽ കെരാറ്റിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. കെരാറ്റിൻ കാണപ്പെടുന്നു. മുടിയിൽ, നഖങ്ങളിൽ, പിന്നെ തൂവലുകളിൽ, മൃഗങ്ങളുടെ കുളമ്പുകളിൽ, പിന്നെ ചില മൃഗങ്ങളുടെ ഷെല്ലുകൾ, ഇതിലൊക്കെ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ. ബൈയൂററ്റ് ടെസ്റ്റ് എന്തിനാണ് നടത്തുന്നത്? പ്രോട്ടീൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാനായിട്ട് നടത്തുന്ന ടെസ്റ്റാണ്. അതിനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്? തുരിശ്, കോപ്പർ സൾഫേറ്റ്, ജലം,
സോഡിയം ഹൈഡ്രോക്സൈഡ് വേണം. ഒരു ഡ്രോപ്പർ, ബീക്കർ, കോഴിമുട്ടയുടെ വെള്ളക്കരു, ടെസ്റ്റ് ട്യൂബ്. കോഴിമുട്ടയുടെ വെള്ളക്കരു പ്രോട്ടീൻ്റെ നല്ലൊരു സോഴ്സാണ്. ഇനി എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം? കോഴിമുട്ടയുടെ വെള്ളക്കരു അല്പം വെള്ളം ചേർത്ത് ഇളക്കുക. ഇത് ഒരു ടെസ്റ്റ് ട്യൂബിൽ 1/4 ഭാഗം എടുക്കുക. അതിലേക്ക് 1% വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി 8-10 തുള്ളി ചേർക്കുക. ഇളക്കിയ ശേഷം അതിലേക്ക് 1% വീര്യമുള്ള കോപ്പർ സൾഫേറ്റ് ലായനി 2 തുള്ളി ചേർക്കുക. ഇവിടെ കണ്ടോ, ഒരു വയലറ്റ് നിറം അല്ലെങ്കിൽ ഒരു പേർപ്പിൾ കളർ കാണിക്കുകയാണെങ്കിൽ പ്രോട്ടീൻ അവിടെ പ്രസന്റ് ആണ്, പ്രോട്ടീന്റെ സാന്നിധ്യമാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ നീല നിറമാണ് വരുന്നതെങ്കിലോ അവിടെ പ്രോട്ടീൻ ഇല്ല. അത് നെഗറ്റീവ് ബൈയൂററ്റ് ടെസ്റ്റ് ആണ്. പ്രോട്ടീന്റെ സാന്നിധ്യം അറിയാൻ നടത്തുന്ന ടെസ്റ്റിന് നമ്മൾ ബൈയൂററ്റ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. എടുക്കുന്ന ലായനികൾ ഏതൊക്കെയാണ്, എടുക്കുന്ന സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? കോപ്പർ സൾഫേറ്റും സോഡിയം ഹൈഡ്രോക്സൈഡും. വയലറ്റ് നിറം പർപ്പിൾ കളർ ആണെങ്കിലാണ് പ്രോട്ടീൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയഡിൻ ടെസ്റ്റ് നടത്തുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രസൻസ് അറിയാനാണല്ലേ. അവിടെ എന്ത് നിറമുണ്ടെങ്കിലാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയുന്നത്? കടും നീല നിറം. ബൈയൂററ്റ് ടെസ്റ്റിൽ പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാനായിട്ട് വയലറ്റ് അല്ലെങ്കിൽ പേർപ്പിൾ കളറ് ആകണം. ഇവിടെ ഒരു ടേബിളിൽ കുറച്ച് ഭക്ഷ്യവസ്തുക്കളും അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ അളവും തന്നിട്ടുണ്ട്. 1 ഗ്രാം പ്രോട്ടീനിൽ നിന്ന് നമുക്ക് 4.1 കലോറി ഊർജമാണ് ലഭിക്കുന്നത്. അരി, 100 ഗ്രാം അരിയിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്? 6.8 ഗ്രാം പ്രോട്ടീനാണ് ഉള്ളത്. ഗോതമ്പിൽ 11.8 ഗ്രാം, കശുവണ്ടി 21.2 ഗ്രാം, മത്തി 19.6 ഗ്രാം, താറാവിൽ 21.6 ഗ്രാം, താറാവ് മുട്ടയിൽ 13.5 ഗ്രാം, കോഴിമുട്ടയിൽ 13.3 ഗ്രാം. ഒരു റഫറൻസ് പ്രോട്ടീൻ എന്ന് പറയുന്നത് എഗ്സ് ആണ്. കോഴിമുട്ടയാണ് നമ്മൾ റഫറൻസ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ആട്ടിറച്ചിയിൽ 100 ഗ്രാം ആട്ടിറച്ചിയിൽ 21.4 ഗ്രാം പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. പശുവിൻ പാലിൽ പ്രോട്ടീൻ്റെ അളവ് കുറവാണല്ലേ, 3.2 ഗ്രാം മാത്രമേ ഉള്ളൂ. ചെറുപയറിൽ ഏറ്റവും കൂടുതൽ ചെറുപയറിലാണ് 24 ഗ്രാം. 100 ഗ്രാം ചെറുപയറിൽ 24 ഗ്രാം പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. നിലക്കടലയിൽ 17.1 ഗ്രാം പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. പശുവിൻ പാലിൽ പ്രോട്ടീൻ കുറവാണെന്ന് പറഞ്ഞില്ലേ. റാബിറ്റ് മിൽക്കിലാണ് പ്രോട്ടീൻ്റെ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ളത്. റാബിറ്റ് മിൽക്കിൽ. ഓക്കെ അല്ലേ? ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന പോഷക ഘടകങ്ങളിൽ രണ്ടാമത്തെ ആള് പ്രോട്ടീൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്നതാണ് പ്രോട്ടീനുകൾ. വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതും കോശങ്ങളുടെ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും എല്ലാം ആവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഹാര ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അമിനോ ആസിഡ് ആണ്. മുടി, നഖങ്ങൾ, തൂവലുകൾ, കുളമ്പുകൾ, ചില മൃഗങ്ങളുടെ ഷെല്ലുകൾ ഇവയിലെല്ലാം കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് കെരാറ്റിൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവയാണ് പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്നത്. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. പ്രോട്ടീൻ കുറയുന്നത് മൂലമുണ്ടാകുന്ന 2 രോഗങ്ങളാണ് ക്വോഷിയോർക്കറും മെറാസ്മസും. വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്ന രോഗമാണ് മെറാസ്മസ്. പ്രോട്ടീൻ്റെ സാന്നിധ്യം അറിയാനായിട്ട് നടത്തുന്ന ടെസ്റ്റ് ബൈയൂററ്റ് ടെസ്റ്റാണ്. എടുക്കുന്ന സംയുക്തങ്ങൾ സോഡിയം ഹൈഡ്രോക്സൈഡും കോപ്പർ സൾഫേറ്റുമാണ്. 1 ഗ്രാം പ്രോട്ടീനിൽ നിന്ന് നമുക്ക് 4.1 കാലറി ഊർജ്ജമാണ് ലഭിക്കുന്നത്. അടുത്ത പോഷക ഘടകമാണ് കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ്. നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ ആവശ്യമായ ആഹാര ഘടകങ്ങളിൽ ഒന്നാണ് കൊഴുപ്പ്. ഒരുപാടൊന്നും ആവശ്യമില്ല അല്ലേ, കുറഞ്ഞ അളവിൽ മാത്രമേ കൊഴുപ്പ് ആവശ്യമുള്ളൂ. മാംസം, മത്സ്യം, പാലുൽപ്പന്നങ്ങൾ, മുട്ട, വിവിധതരം പരിപ്പുകൾ തുടങ്ങിയവയിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. വിവിധതരം എണ്ണകൾ, നെയ്യ് തുടങ്ങിയവ പല ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും വേർതിരിച്ചെടുത്ത കൊഴുപ്പുകളാണ്. കാർബോഹൈഡ്രേറ്റിനെ പോലെ കൊഴുപ്പും ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാര ഘടകമാണ്. ചില വിറ്റമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. വിറ്റമിൻ
എ, വിറ്റമിൻ ഡി, വിറ്റമിൻ ഇ, വിറ്റമിൻ കെ ഇതെല്ലാം കൊഴുപ്പിൽ മാത്രമേ ലയിക്കുള്ളൂ. ഈ വിറ്റമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിൽ വളരെ കുറഞ്ഞ അളവിലാണ് ആവശ്യമെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാറ്റ്. ഇനി കൊഴുപ്പ് അധികമായാൽ, ഇവിടെ നോക്കി ഒരു ലാബ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ രക്തം പരിശോധിച്ചു, കൊളസ്ട്രോൾ കൂടുതലാണ്. കൊളസ്ട്രോൾ 230 എത്ര വരെ ആകാം? നോർമൽ റേറ്റ് എത്രയാണ്? അപ് ടു 200 mg ആണ്. ലാബ് റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് എത്രയുണ്ട്? 230 ഉണ്ട്. അപ്പോൾ എന്താണ് കൊളസ്ട്രോൾ? കൊഴുപ്പും കൊളസ്ട്രോളും. കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ. ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് കൂടാതെ ശരീരം സ്വയം കൊളസ്ട്രോൾ നിർമ്മിക്കുന്നുമുണ്ട്. കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് ഹൃദ്രോഗങ്ങൾക്ക് കാരണമാവും. അതുകൊണ്ട് കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഗുണകരമല്ല. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ, കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് ഈ കൊളസ്ട്രോൾ, രക്തത്തിൽ കൂടുന്നു. ഇത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ പറ്റിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യും? രക്തം കട്ട പിടിക്കുകയും ഹൃദ്രോഗത്തിന് കാരണമാവുകയൊക്കെ ചെയ്യുമ്പോൾ കൊഴുപ്പ് ഒരുപാട് കഴിക്കുന്നത് ദോഷമാണ്, ഗുണകരമല്ല. ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? ഭക്ഷ്യവസ്തു ഒരു പേപ്പറിൽ ഉരയ്ക്കുക. ഉണങ്ങിയ ശേഷം പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ടെങ്കിൽ ആ ഭക്ഷ്യവസ്തുവിൽ കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നോക്കിയേ, കൊഴുപ്പ് എന്ന് പറയുന്നത് വെള്ളത്തിൽ ലയിക്കാത്തതും എന്നാൽ ഓർഗാനിക് ലായനികളിൽ ലയിക്കുന്നതുമായ ചില പദാർത്ഥങ്ങളാണ്. സസ്യങ്ങളും ജീവികളും കൊഴുപ്പുകൾ നിർമ്മിക്കുന്നു. വിവിധ തരം കൊഴുപ്പുകളുണ്ട്. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് ഫോസ്ഫോലിപ്പിഡുകൾ എന്ന് പറയുന്ന കൊഴുപ്പ് കൊണ്ടാണ് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. ഘടനാപരമായി കൊഴുപ്പുകൾ ഗ്ലിസറോളിൻ്റെയും കൊഴുപ്പ് അമ്ലത്തിൻ്റെയും ഫാറ്റി ആസിഡ്സിൻ്റെയും എസ്റ്ററുകളാണെന്ന് പറയാം. ഫാറ്റിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയാം. ഈ ഫാറ്റി ആസിഡ്സുകൾ 3 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഒരു മോളിക്യൂളായിട്ട് മാറും. ഇതിനെ ട്രൈ ഗ്ലിസറൈഡ് എന്നാണ് പറയുന്നത്. ഈ ഫാറ്റി ആസിഡ്സ് ആണ് ഫാറ്റിൻ്റെ അടിസ്ഥാന ഘടകം. എണ്ണകളും കൊഴുപ്പുകൾ തന്നെ. എന്നാൽ പലതരം കൊഴുപ്പുകൾ പല താപനിലയിൽ ഖരമായും ദ്രാവകമായും കാണപ്പെടാം. ദ്രാവകമായിട്ടുള്ളവയെ നമ്മൾ എണ്ണകൾ എന്ന് പറയുന്നു, ഖരമായിട്ടുള്ളവയെ കൊഴുപ്പുകൾ എന്നും പറയുന്നു. കൊഴുപ്പ് ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നു. ഇത് കോശങ്ങളുടെ സുപ്രധാന ഘടകവുമാണ്. ഇത് നോക്കിയേ, ഫാറ്റി ആസിഡ്സുകളാണ്. ഈ ഫാറ്റി ആസിഡ്സുകൾ കണ്ടോ 3 ഗ്രൂപ്പായിട്ടാണ് കാണപ്പെടുന്നത്. ഫാറ്റി ആസിഡ്സുകൾ 3 പേരായിട്ടൊരു കൂട്ടമായിട്ട് കാണുന്നു. ഇതിനെ ട്രൈ ഗ്ലിസറൈഡ് എന്നാണ് പറയുന്നത്. ട്രൈ ഗ്ലിസറൈഡ് ഇതിനെയാണ് നമ്മൾ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പെന്ന് പറയുന്നത്. കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലിസറോൾ തന്മാത്രയിൽ എന്തൊക്കെയാണുള്ളത്? ഓക്സിജനും കാർബണും ഹൈഡ്രജനുമാണുള്ളത്. ഓക്കെ, കറുത്തത് കാർബൺ, വെളുത്തത് ഹൈഡ്രജൻ, ചുവന്നത് ഓക്സിജൻ. കാർബോഹൈഡ്രേറ്റിലെ ഘടകങ്ങൾ തന്നെയാണ് ഫാറ്റിലും ഉള്ളത്. പലതരം കൊഴുപ്പുകളുണ്ട്. എല്ലാം ചെറിയ തോതിലുള്ള രാസഘടനയിലെ വ്യത്യാസമുള്ളവയാണ് എങ്കിലും അടിസ്ഥാനപരമായി ഒന്നു തന്നെയാണ്. 3 ഫാറ്റി അമ്ല തന്മാത്രകൾ എസ്റ്ററീകരണം നടന്ന് ഒരു ഗ്ലിസറോൾ തന്മാത്രയിൽ ഒന്നിക്കുമ്പോഴാണ് ഒരു ട്രൈഗ്ലിസറൈഡ് തന്മാത്ര ഉണ്ടാകുന്നത്. ഇതാണ് മൂലക്കൊഴുപ്പ്. കൊഴുപ്പിൻ്റെ അടിസ്ഥാന ഘടകമാണ് ട്രൈഗ്ലിസറൈഡുകൾ അഥവാ ഫാറ്റി ആസിഡ്സുകൾ. 3 ഫാറ്റി അമ്ലങ്ങൾ ഏത് വേണമെങ്കിലും ആവാം. അതിനനുസരിച്ച് വിവിധ തരം കൊഴുപ്പുകൾ രൂപം കൊള്ളുന്നു. ഫാറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോശങ്ങളുടെ സുപ്രധാന ഘടകമാണ്. കൊഴുപ്പിൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ്സും ട്രൈഗ്ലിസറൈഡ്സുമാണ്. ഫാറ്റി ആസിഡ്സ് 3 പേരുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഒരു തന്മാത്രയായിട്ട് മാറുന്നു ഗ്ലിസറോളായിട്ട്. ഈ ഗ്ലിസറോളാണ് ട്രൈഗ്ലിസറൈഡായിട്ട് രൂപം കൊള്ളുന്നത്. ഇതിനെയാണ് നമ്മൾ ഫാറ്റ് എന്ന് പറയുന്നത്.
ഇനി കൊഴുപ്പുകളെ രണ്ടായിട്ട് തരംതിരിക്കാം. അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ, സാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ. എന്താണെന്ന് നോക്കാം. പാൽ, വെണ്ണ, പാൽക്കട്ടി, പന്നിയിറച്ചി, മുട്ട മുതലായവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് സാച്ചുറേറ്റഡ് ആണ്. മീൻ, കോഴിയിറച്ചി, സൂര്യകാന്തി എണ്ണ, സോയ മുതലായവയിലൊക്കെ അടങ്ങിയിരിക്കുന്നത് അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളാണ്. സാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ വളരെ കൂടുതൽ കഴിച്ചാൽ രക്തത്തിൽ കൊളസ്ട്രോളിന്റെ അംശം കൂടുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആരോഗ്യം നിലനിർത്താൻ കൊഴുപ്പിന്റെ അംശം പൊതുവെ കുറയ്ക്കുകയും കഴിക്കുന്ന കൊഴുപ്പിൽ അൺസാച്ചുറേറ്റഡ് കൊഴുപ്പിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യണം. കൊഴുപ്പിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളും സാച്ചുറേറ്റഡ് കൊഴുപ്പുകളും. അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകളാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലത്. സാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ കൂടുതൽ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുന്നു, ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നു. 1 ഗ്രാം ഫാറ്റിൽ നിന്ന്, കൊഴുപ്പിൽ നിന്ന് നമുക്ക് എത്ര കാലറി ഊർജ്ജമാണ് ലഭിക്കുന്നത്? 9.3 കാലറി ഊർജ്ജമാണ് ലഭിക്കുന്നത്. ഓക്കെ, ആഹാരത്തിലെ പോഷക ഘടകങ്ങളായ മാക്രോ ന്യൂട്രിയൻസ് അഥവാ പ്രോക്സിമേറ്റ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ് ഇവയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ട്രോഫോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് ആൻഡ് ന്യൂട്രീഷനെ കുറിച്ചുള്ള പഠനം, അതിൻ്റെ സയൻസിനെയാണ് ട്രോഫോളജി എന്ന് പറയുന്നത്. ആഹാരത്തിലൂടെ കിട്ടുന്ന പോഷക ഘടകങ്ങൾ മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് എന്ന് 2 തരത്തിലുണ്ട്. മാക്രോ ന്യൂട്രിയൻസ് ആണ് ധാന്യകം, മാംസ്യം, കൊഴുപ്പ്. മൈക്രോ ന്യൂട്രിയൻസ് അഥവാ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആണ് ജീവകങ്ങളും ധാതുലവണങ്ങളും, വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് എനർജി പ്രൊഡ്യൂസേഴ്സ് ആണ്, ശരീരത്തിൻ്റെ ഇന്ധനം എന്നറിയപ്പെടുന്നു. വിവിധ രൂപത്തിൽ കാണപ്പെടുന്നു. അന്നജം, സെല്ലുലോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ് എന്നീ രൂപങ്ങളിൽ കാണപ്പെടുന്നു. പ്രോട്ടീൻ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്നു. പ്രോട്ടീന്റെ അടിസ്ഥാന ഘടകം ആമിനോ ആസിഡ് ആണ്. കൊഴുപ്പ് അഥവാ ഫാറ്റ്, ട്രൈഗ്ലിസറൈഡ്സ് അഥവാ ഫാറ്റി ആസിഡ്സ് കൊഴുപ്പിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. ട്രൈഗ്ലിസറൈഡ്സും ഫാറ്റി ആസിഡ്സും കോശത്തിലെ ഒരു സുപ്രധാന ഘടകമാണ് കൊഴുപ്പ്. 2 തരം കൊഴുപ്പുകളാണുള്ളത്, അൺസാച്ചുറേറ്റഡ് കൊഴുപ്പും സാച്ചുറേറ്റഡ് കൊഴുപ്പും. അൺസാച്ചുറേറ്റഡ് ഫാറ്റാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫാറ്റ്. കഴിക്കുന്ന കൊഴുപ്പിൽ സാച്ചുറേറ്റഡ് കൊഴുപ്പ് കൂടുതലായാൽ അത് കൊളസ്ട്രോൾ വർദ്ധിക്കാനും ഹൃദ്രോഗ സാധ്യത വർദ്ധിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ശരീരത്തിൽ വളരെ കുറച്ച് മാത്രം ആവശ്യമായിട്ടുള്ള ഒരു ആഹാര ഘടകമാണ് കൊഴുപ്പ്. ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട പാർട്ടാണ് വിറ്റമിൻസും മിനറൽസും. ഓക്കെ, താങ്ക് യു.